കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നത് വളരെ നല്ലതാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെ വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കൾക്ക് സന്തോഷവും ആശങ്കയുമുള്ള ഒരു കാര്യമാണ്. സാമ്പത്തിക ആശങ്കയാണ് മിക്ക ആളുകളും നേരിടുന്നത്. ചെറിയ നിക്ഷേപങ്ങൾ നടത്തുമെങ്കിലും കുട്ടികളുടെ ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ എന്തു ചെയ്യും? പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായി ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. കുട്ടികൾക്ക് എങ്ങനെയാണ് പെൻഷൻ ലഭിക്കുന്നത്? പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ആരംഭിക്കുന്ന ഈ പദ്ധതി നിങ്ങളുടെ 18 വയസ്സിന് ശേഷം തുടരാമെന്നാണ് അതിന്റെ പ്രത്യേകത. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ സാമ്പത്തിക പാഠങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. സാമ്പത്തിക ആസൂത്രണവും അച്ചടക്കവുമെല്ലാം പഠിക്കാനും ഇതൊരു നല്ല തുടക്കമാവും. പ്രായപൂർത്തിയാകാത്തവർക്ക് സ്വന്തമായി നിക്ഷേപ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കാത്തതിനാൽ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇത് തുടങ്ങാം. വ്യക്തികളുടെ വിരമിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പെൻഷൻ രൂപത്തിൽ വരുമാനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് NPS. അതിന്റെ മറ്റൊരു രൂപമാണ് NPS വാത്സല്യ പദ്ധതി. NPS അക്കൗണ്ട് തുടങ്ങുന്നതിന് കുറഞ്ഞത് 18 വയസ്സോ അല്ലെങ്കിൽ 70 വയസ്സിനു അകത്തോ പ്രായം ആവശ്യമാണ്. കഴിഞ്ഞ വർഷമാണ് കുട്ടികൾക്കായി NPS വാത്സല്യ എന്ന പദ്ധതി അവതരിപ്പിച്ചത്. ഇതിന് ആവശ്യമായ രേഖകൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ TC, അതായത് സംസ്ഥാനങ്ങളിലെ ഹയർ സെക്കൻഡറി ബോർഡ് നൽകുന്ന മെട്രിക്കുലേഷൻ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയെല്ലാം ആവശ്യമാണ്. NPS വാത്സല്യ അക്കൗണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാവ് തുറക്കുന്നു. അക്കൗണ്ട് ആരംഭിച്ചാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ ഒരു യൂണിറ്റ് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നൽകും. ഇതാണ് ഇടപാടുകാർക്ക് ഉപയോഗിക്കാവുന്നത്. കുട്ടികൾക്ക് 18 വയസ്സ് തികയുന്നത് വരെ ഈ നിക്ഷേപം അക്കൗണ്ട് അവരുടെ രക്ഷിതാവായിരിക്കും കൈകാര്യം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിക്ഷേപിക്കാം. NPS വാത്സല്യ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക പ്രതിവർഷം 1000 രൂപയാണ്. എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധികളില്ല. രക്ഷിതാവിന് ബാധകമായ KYC മാനദണ്ഡങ്ങൾ PFRDA നൽകുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമാണ്. കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നതിനാണ് ഈ രേഖകൾ ഉറപ്പാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടും ആവശ്യമാണ്. NPS വാത്സല്യ അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ടോ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടോ ഉണ്ടായിരിക്കണം. പക്ഷെ 18 വയസ്സിന് മുൻപ് ഭാഗികമായി പിൻവലിക്കുമ്പോഴോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴോ ഇത് ആവശ്യമായി വരും. NPS വാത്സല്യ അക്കൗണ്ട് ഉള്ള കുട്ടിക്ക് അവരുടെ 18 വയസ്സിനു ശേഷം ഇത് NPS ടയർ അക്കൗണ്ടിലേക്ക് മാറ്റാം. പക്ഷേ പ്രായപൂർത്തിയാകുന്നതിന് 3 മാസത്തിനുള്ളിൽ വരിക്കാരന്റെ പുതിയ KYC നടപ്പാക്കണം. അതിനാൽ പുതിയ KYC സമർപ്പിച്ചതിന് ശേഷമേ NPS ടയർ 1 അക്കൗണ്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ നടത്താനാവൂ. ഇതിന്റെ മറ്റു സവിശേഷതകൾ: ആദായ നികുതി ഇളവ് ലഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ളതിനാൽ ഇത് സുരക്ഷിതമായ ഒരു പദ്ധതി കൂടിയാണ്. കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. അതേസമയം റിട്ടയർമെന്റ് കാലത്തേക്കായി നമ്മൾ നിരവധി നിക്ഷേപ പദ്ധതികളുടെയും ഭാഗമാകാറുണ്ട്. റിട്ടയർമെന്റ് കാലത്ത് നിങ്ങളുടെ മികച്ച പെൻഷൻ ലഭിക്കുന്നതിനായി സഹായിക്കുന്ന പദ്ധതിയാണ് EPFOയുടെ ഭാഗമായ EPS. ഒരാൾക്ക് വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 20 വർഷം ജോലിയെടുത്ത ഒരാൾക്ക് എത്ര രൂപയാണ് പെൻഷനായി ലഭിക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രതിമാസം 50,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ പെൻഷൻ കണ്ടെത്തുന്നതിന് ഒരു പ്രത്യേക ഫോർമുല പിന്തുടരുന്നുണ്ട്. അടിസ്ഥാന ശമ്പളം 50,000 രൂപയാണെങ്കിൽ EPFലെ പെൻഷൻ പരിധി 10,000 രൂപ ശമ്പളത്തിലാണ് കണക്കാക്കുന്നത്. അടിസ്ഥാന ശമ്പളം 10,000-ൽ കൂടുതലാണെങ്കിൽ പെൻഷൻ കണക്കാക്കാൻ പരിഗണിക്കുന്നത് 10,000 രൂപയാണ്.